കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കൂടുതൽ അറസ്റ്റ്. 3 കോൺഗ്രസ് പ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. അതിനിടെ വടകര റൂറൽ പരിധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗ്രനേഡ് ഉപയോഗിക്കാൻ പരിശീലനം നൽകി. ഗ്രനേഡ് പരിശീലനത്തിനായി ഓരോ സബ് ഡിവിഷനിൽ നിന്നും പോലീസുകാർ എത്തിച്ചേരണമെന്നായിരുന്നു വടകര റൂറൽ എസ്.പിയുടെ ഉത്തരവ്. വിവിധ സബ് ഡിവിഷനിലുള്ളവർക്ക് വ്യത്യസ്ത സമയം ഏർപ്പെടുത്തിയായിരുന്നു പരിശീലനം. പേരാമ്പ്രയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റൂറൽ എസ്.പിയുടെ ഉത്തരവിനെ പരിഹസിച്ച് UDF നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ ഇത് സ്വാഭാവിക നടപടിക്രമമാണെന്നാണ് എസ്.പിയുടെ പ്രതികരണം. എല്ലാ വർഷവും വിവിധ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പോലീസുകാർക്ക് പരിശീലനം നൽകേണ്ടതുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് ഇന്നത്തെ പരിശീലനമെന്നും SP പറഞ്ഞു. ഇതിനിടെ പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ കൂടുതൽ പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദൻ കല്ലൂർ, കോൺഗ്രസ് പ്രവർത്തകരായ മണി പൈതോത്ത്, മുസ്തഫ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെ ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. കോൺഗ്രസ് പ്രവർത്തകർ ബോംബ് എറിഞ്ഞിട്ടില്ലെന്നും ഇപ്പോൾ വാദി പ്രതിയായ അവസ്ഥയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വളരെ ഗൗരവതരമായ സംഭവമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയോടും കേരള പോലീസിനോടും പറയാം, ഇത് വേണ്ട, ബംഗാൾ ആവർത്തിക്കരുത്. കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരെ, നിരപരാധികളായ ഞങ്ങളുടെ പ്രവർത്തകരെ രാത്രി വീട്ടിൽ നിന്ന് കൊലക്കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ടു പോകുന്ന പോലെ പോവാണ്. അതിന് പോലും താല്പര്യമില്ലാത്ത ആളുകളാണ് ഇവർ. പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കേസിൽ അറസ്റ്റിലായ 5 പേർ നിലവിൽ റിമാൻഡിലാണ്. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ പോസ്റ്റിട്ടതിന് ആബിദ് അടിവാരം എന്ന ഫേസ്ബുക്ക് ഐഡിക്കെതിരെ കേസെടുത്തു. താമരശ്ശേരി പോലീസാണ് കേസെടുത്തത്. മീഡിയ 1 കോഴിക്കോട്.